നമസ്കാരം, ഞാൻ പ്രശാന്ത്, ഐനെറ്റ് ഫാം. നമ്മളുടെ 1400 പരം പഴങ്ങളിൽ നമ്മൾ പണ്ടോട്ടെ പറയുന്ന ഒരു പഴമാണ് നമ്മുടെ അച്ചാച്ചുരു അഥവാ ബൊളീവിയൻ മാംഗോസ്. ഗാർസീനിയ ഫാമിലിയാണ്. നമ്മുടെ ഗാർസീനിയ കൊടംപുള്ളി ഫാമിലിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വർഷത്തിൽ 3 പ്രാവശ്യം ഇത് കായ്ക്കും. ബൊളീവിയൻ സ്വദേശിയാണ്. നമ്മുടെ ഓസ്ട്രേലിയയിലെ ടോപ്പ് 10 പഴങ്ങളിലൊന്നായിട്ട് കണക്കാക്കുന്ന ഒരു ഫ്രൂട്ടാണ് ബൊളീവിയൻ മാംഗോസിന് അല്ല അച്ചാച്ചുരു. ഇതേ മാംഗോസിന് നമുക്ക് മെക്സിക്കോയിൽ നിന്നും ലഭിക്കും. രണ്ടും തമ്മിലൊരു മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മെക്സിക്കൻ വെറൈറ്റി ജൂൺ ജൂലൈ ഇത് വന്നിട്ട് നമുക്കൊരു മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ കിട്ടും സീസൺ. അല്ലാത്ത സമയത്തും ധാരാളം കായ്കൾ ഇത് കിട്ടുന്നുണ്ട്. കുരു നട്ട് 3-ാം വർഷം തൊട്ട് ഇതിൻ്റെ കായ് ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇത് കണ്ടില്ല, മരത്തിലെ കായ് ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത്. നമ്മുടെ ബറാബയൊക്കെ പോലെ തോന്നുമെങ്കിലും ബറാബയുടെ ഇരട്ടി സൈസോളം വരും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ജ്യൂസ്, ഇതിൻ്റെ സ്കിന്ന് നമുക്കിങ്ങനെ പൊട്ടിച്ചിട്ട് ഈ സ്കിന്ന് നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള ഇതാണ് അതിനകത്ത് പൾപ്പ് തന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ ധാരാളം പോഷക ഗുണങ്ങളൊക്കെ മാംഗോസ്റ്റി പോലെ തന്നെ ഉള്ളതാണ്. ബൊളീവിയൻ മാംഗോസ് എന്ന് പറയുന്ന അച്ചാച്ച എന്ന് ഓസ്ട്രേലിയക്കാർ പറയുമെങ്കിലും അച്ചാച്ചുരു എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള നെയിം. ഇതാണ്ടല്ലോ ധാരാളം പഴങ്ങളുണ്ട്. നമുക്കിവിടെ ധാരാളം പഴങ്ങൾ കായ്ച്ചതുണ്ട്. നമ്മൾ പിന്നെ ഒരു പ്രൊഫഷണൽ ലെവലിലേക്കൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഫാമിൽ പഴങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു നേരെ നമ്മൾ പിക്ക് ചെയ്യുന്നു. ഫ്രൂട്ട് പിക്കിംഗ് മെത്തേഡിലാണ്. നമ്മുടെ ഈ 1400 പഴങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. 1400 അബോവ് വെറൈറ്റീസ് ഫ്രൂട്ട് പ്ലാന്റ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവർ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ ധാരാളം വീഡിയോസ് കാണാൻ കഴിയും.